മരണം പതിയിരിക്കുന്ന ആഹാരസാധനങ്ങൾ. ആഹാരത്തിലെ അലർജികളെക്കുറിച്ച് അറിയണം. പൊടിയും പുകയും തണുപ്പ് മാത്രമല്ല അലർജിക്ക് കാരണമാകുന്ന ഘടകങ്ങൾ. ആഹാരത്തിൽ നിന്നും അലർജിയുണ്ടാവും, അതും മരണം വരെ സംഭവിക്കാവുന്ന ഗുരുതരമായ അവസ്ഥയിൽ. അലർജിയുണ്ടാക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ കുറഞ്ഞ അളവിലാണെങ്കിലും അകത്തു ചെന്നാൽ മതി. ഇത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണുണ്ടാക്കുക. പലപ്പോഴും ജീവൻ നഷ്ടപ്പെടാൻ ഇത് കാരണമാകും. ഭക്ഷണത്തിലെ പ്രോട്ടീനെതിരെ ശരീരം പ്രതികരിക്കുമ്പോഴാണ് ഫുഡ് അലർജി ഉണ്ടാകുന്നത്. ശരീരം ചൊറിഞ്ഞു തടിക്കലും വയറിനുള്ളിലെ അസ്വസ്ഥതകളും ആസ്മ പോലെയുള്ള ശ്വാസകോശ രോഗങ്ങൾ വരെ ഫുഡ് അലർജിയിൽ നിന്ന് ഉണ്ടാകുന്നവയാണ്. ചില പ്രത്യേക ഭക്ഷണത്തിലടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ഘടകങ്ങൾ ശരീരത്തിന് ദോഷമുണ്ടാക്കുന്നവയാണെന്ന് തെറ്റിദ്ധരിച്ച് ശരീരം പ്രതികരിക്കുന്നു. അപ്പോഴാണ് അലർജി ഉണ്ടാകുന്നത്. ആഹാരത്തിന്റെ നിറവും മണവും വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ മൂലം ഫുഡ് അലർജി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രോട്ടീൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ചിലരിൽ അലർജിയുണ്ടാക്കാം. ഭക്ഷണത്തിലെ വിഷാംശമാണെങ്കിൽ പെട്ടെന്നുള്ള മരണത്തിന് സാധ്യതയില്ല. ഇവ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കുകയാണ് വേണ്ടത്. പാരിപ്പള്ളി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ചില പ്രോട്ടീനുകൾക്കെതിരെ ശരീരത്തിലെ ശ്വേതരക്താണുക്കൾ ആന്റിബയോട്ടിക്കുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഭക്ഷണത്തിലെ പ്രോട്ടീനുമായി ഇവ പ്രതിപ്രവർത്തിക്കുമ്പോൾ ശരീരത്തിൽ ഹിസ്റ്റമിൻ എന്ന രാസവസ്തു ഉണ്ടാകുന്നു. ഇതാണ് അലർജിക്ക് കാരണമാകുന്നത്. ഭക്ഷണം കഴിച്ചയുടനെ ചിലരിൽ അലർജിക്ക് റിയാക്ഷൻ ഉണ്ടാകും. ചിലരിലത് ആഹാരം കഴിച്ച് 2-3 മണിക്കൂറിന് ശേഷമായിരിക്കും പ്രകടമാവുക. ചിലപ്പോൾ ദഹനം പൂർത്തിയായതിനു ശേഷവുമാകാം. അതിന്റെ ലക്ഷണങ്ങൾ. ആഹാര അലർജി പല തരത്തിലുണ്ട്. അതിലേറ്റവും ഭീകരമായ അവസ്ഥയാണ് അനഫൈലാറ്റിക് ഷോക്ക്. രക്തസമ്മർദ്ദം കുറയുന്നതും ശ്വാസതടസ്സവുമാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. മരണം വരെ സംഭവിക്കാം. ഭക്ഷണം കഴിച്ച് 2 മിനിറ്റ് മുതൽ 2 മണിക്കൂർ വരെ സമയത്തിനുള്ളിൽ ലക്ഷണങ്ങൾ പ്രകടമാകും. ചൊറിഞ്ഞു തടിക്കൽ, വയറുവേദന, ഛർദി, വയറിളക്കം, ചുണ്ടിലും വായിലും വീക്കം തുടങ്ങിയ ലക്ഷണങ്ങൾ അത്ര ഗുരുതരമല്ല. എന്നാൽ ചിലരിൽ ശ്വാസതടസ്സം, വേഗത്തിലുള്ള ശ്വാസോച്ഛ്വാസം, ക്രമം തെറ്റിയുള്ള ഹൃദയമിടിപ്പ്, തലകറക്കം, ബോധക്ഷയം എന്നിവയും പ്രകടമാകും. അലർജിയുണ്ടാക്കുന്ന ആഹാരവസ്തുക്കൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പാൽ, മുട്ട, ഗോതമ്പ്, കപ്പലണ്ടി, സോയാപയർ, ചിലതരം മീനുകൾ തുടങ്ങിയവ ഫുഡ് അലർജിയുണ്ടാക്കുന്നവയിൽ മുൻപന്തിയിലാണ്. കോഴിയിറച്ചി, മാട്ടിറച്ചി, പന്നിയിറച്ചി തുടങ്ങിയ മാംസാഹാരങ്ങളും ചെമ്മീൻ, ഞണ്ട്, കക്ക തുടങ്ങിയവയും ശരീരത്തിൽ അലർജിയുണ്ടാക്കാം. പശുവിൻ പാലിലുള്ള ആൽഫ-S1 കേസിൻ, ലാക്ടോഗ്ലോബുലിൻ എന്നിവയും അലർജിയിലേക്ക് നയിക്കും. എന്നാൽ ആട്ടിൻപാലിൽ ഈ ഘടകങ്ങൾ കുറവായതിനാൽ അലർജിക്കുള്ള സാധ്യതയില്ല. ആഹാരത്തിന് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ നിറങ്ങൾ അലർജിയുണ്ടാക്കും. ചുവന്ന നിറത്തിനു വേണ്ടി ആഹാരത്തിൽ ചേർക്കുന്ന എറിത്രോസിൻ, കാർമോയിസിൻ, മഞ്ഞ നിറത്തിനായി ടാർസിൻ, സൺസൈറ്റ് യെല്ലോ, പച്ചനിറം ലഭിക്കാൻ ഫാസ്റ്റ് ഗ്രീൻ, അജിനോമോട്ടോ തുടങ്ങിയവയൊക്കെ അനുവദനീയമാണെങ്കിലും അലർജിക്ക് കാരണമാകും.